കേരളത്തിലെ ചികിത്സാ രംഗത്ത് ഈ കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലത്ത് കഴിഞ്ഞ 10 കൊല്ലത്തിനകമായി തന്നെ വലിയ തോതിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിന് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരുന്നു. അതൊരു അർബൻ മേഖലയായിരുന്നു. പക്ഷെ അവിടെയൊക്കെ തന്നെ വലിയ അത്യാവശ്യം സൗകര്യമുള്ള ആളുകൾ പോലും കൃത്യമായി വന്ന് മരുന്ന് മേടിക്കുകയും അവിടെ വലിയ തിരക്കുണ്ടാവുകയും ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ടെസ്റ്റ് നടത്താനുള്ള ഫെസിലിറ്റികൾ ഉണ്ടാവുകയും കൂടാതെ മരുന്ന് തന്നെ അവിടെ നിന്ന് നൽകുകയൊക്കെ ചെയ്തിരുന്നു. നേരത്തെ ഗവൺമെൻറ്റുകളുടെ കാലത്ത് അത് ഉച്ചവരെയൊക്കെയാണ് പലപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനും ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ദൂരെ മാറി തന്നെ മറ്റൊരു ആയുർവേദ ഡോക്ടർ കൂടി ഒരു ക്ലിനിക്കിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് സംവിധാനത്തിൽ അവിടെ ചികിത്സക്കുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇത് ഏതാണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ വളരെ കൃത്യമായി ഈവൻ പണമുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും അവിടെ വന്ന് കൃത്യമായിട്ട് ചികിത്സ നേടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കുറച്ചുകൂടി നല്ല ഡോക്ടേഴ്സും കുറച്ചുകൂടി സൗജന്യമായിട്ടുള്ള ചികിത്സയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അതെല്ലാം തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടേഴ്സിനെ വലിയ തോതിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പോൾ നമുക്കറിയാം MBBS കഴിഞ്ഞാൽ പോലും ഒരു ക്ലിനിക്ക് ഇട്ടിരുന്നുണ്ടെങ്കിൽ ആളുകളെ കിട്ടുമായിരുന്നു, രോഗികളെ കിട്ടുമായിരുന്നു. അത്തരത്തിലുള്ളൊരു അവസ്ഥ ഇപ്പം നമ്മുടെ അർബൻ മേഖലകളിൽ പ്രത്യേകിച്ചും ടൗണുകളിലൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യത്തിലും വളരെ വിശദമായ പല കാര്യങ്ങളും കിടക്കാനുണ്ട്. അത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ മെഡിക്കൽ നെഗ്ലിജൻസിന് കേസുകളിൽ വരാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് മെഡിക്കലിലായിട്ടൊരു പിഴവുണ്ടായാൽ പോലും ശിക്ഷിക്കപ്പെടുന്നവരുടെ നമ്പർ വളരെ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ മറ്റേ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുടെ കേസെടുത്താൽ ഉണ്ടാകുന്നതിനേക്കാൾ വലിയ പെർസെൻറ്റേജ് കുറവാണ്. ഏതാണ്ട് 2.5-3% മുതൽ 5% വരെയുള്ള ആളുകളാണ് ശിക്ഷിക്കപ്പെടുന്നത്. അത് തന്നെ ശിക്ഷ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള പല ശിക്ഷകളൊക്കെ തന്നെയാണ് അതിൻ്റെ വിശദമായി പരിശോധിച്ചത്. അതേസമയം ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള പല ഡോക്ടേഴ്സും ഇപ്പോൾ ദുബായിലൊക്കെ അടക്കം അല്ലെങ്കിൽ UAE-ലൊക്കെ അടക്കം വർക്ക് ചെയ്യുന്ന പല ഡോക്ടേഴ്സും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വലിയ ഫെസിലിറ്റി കിട്ടും, വലിയ ശമ്പളം കിട്ടും, പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച നമ്മുടെ ഭാഗത്ത് സംഭവിച്ചാൽ നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ചുകൂടി സൂക്ഷ്മമായി ചെയ്യുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ മറ്റു പല വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ കൃത്യമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചികിത്സയ്ക്ക് ചെല്ലാൻ കഴിയൂ. നമ്മുടെ ഇവിടെയുള്ള നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം അവരെന്ത് തുമ്മിയാലും ഈ പറഞ്ഞ പോലെ ചെറിയൊരു പനി വന്നാലും ഒക്കെ നേരെ ഓടി ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന ഒരു ശീലമാണ് നമ്മളിവിടെ ഉള്ളത്. അതേസമയം ഇപ്പോൾ കാനഡയിലോ മറ്റേതെങ്കിലും UK-യിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ 15 ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുക. കാനഡയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 50-60 ഒരു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചെല്ലാറാകുമ്പോഴേക്കും നമ്മുടെ പനിയൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, ചെറിയ അസുഖങ്ങളാണെങ്കിൽ. അഥവാ വലിയ അസുഖങ്ങളാണെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആക്സിഡൻ്റലി ഈ പറയുന്ന കാനഡയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന സുനിതയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ, സുനിത ദേവദാസിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ സുനിത പറയുന്നുണ്ട്, അതായത് ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് ചെല്ലാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോൾ ഉടനെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് നാളെ രാവിലെ തന്നെ വന്നേക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓടിച്ചെന്നു, തിരക്ക് പിടിച്ച് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ചെറിയ മൈനർ എന്തോ സർജറി എന്തോ അതായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഒരു നേഴ്സ് എടുത്ത് ഇവരെ, അതായത് അനസ്തേഷ്യ കിടത്തി ബോധമില്ലാതെ കിടക്കുകയാണ്. പക്ഷേ ഇവർ വിളിച്ചെഴുന്നേപ്പിച്ച് ഇവരെ എന്ത് ചെയ്തു, മാറോട് ചേർത്ത് ഇത് സമാധാനിപ്പിക്കുകയാണ്. ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ സുനിത ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എന്നെ നേരത്തെ വിളിച്ച് വെടിയിപ്പിച്ചതെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഈ നേഴ്സ് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഈ ബെഡ് ഒഴിഞ്ഞിട്ട് വേറൊരാളെ കിടത്താനുണ്ട്, അതിനുവേണ്ടിയാണ് നേരത്തെ വിളിച്ച് എഴുന്നേപ്പിച്ചത്. കാരണം അല്ലെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം കഴിയും അതിൻ്റെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ, 10-12 മണിക്കൂറെങ്കിലും കഴിയും ഒരു ബോധത്തിലേക്ക് വരാൻ. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല. ഏതാണ്ട് കോവിഡ് വന്നപ്പോൾ ആ പ്രശ്നം ഉണ്ടായില്ല. കാരണം രോഗികൾ OP ടിക്കറ്റിന് വേണ്ടി ചെല്ലുന്ന രോഗികളുടെയും ഹോസ്പിറ്റലുകളെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ കുറഞ്ഞായിരുന്നു. അന്നേരം ഒന്നും കുഴപ്പമുണ്ടായില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന് പലപ്പോഴും ആളുകളെ കൃത്യമായി ചികിത്സിക്കാൻ പറ്റില്ല. കാരണം വിദേശ രാജ്യത്തൊക്കെ ഒരു ഡോക്ടർ 15 പേരെയാണ് നോക്കുന്നതെങ്കിൽ നമ്മളിവിടെ 150 പേരെയൊക്കെയാണ് നോക്കേണ്ടി വരിക. റേഷ്യോ അത്ര വലുതാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വയറ്റിൽ കത്രിക വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞൊരു വാർത്തയാണ്. ഈ വാർത്ത എല്ലാ സാറ്റലൈറ്റ് മാധ്യമങ്ങളിലും ഇന്നലെ തന്നെ വന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ കണ്ടതാണ്. ഇന്ന് രാവിലെ വന്നിട്ടുള്ള മനോരമ പത്രത്തിൽ ഈ വാർത്തയുണ്ട്. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം, എന്നിട്ട് ഞാനത് വിശദീകരിക്കാം. ആ വാർത്തയിൽ അവർ ആദ്യം പറയുന്നത്, ആലപ്പുഴ 5 കൊല്ലം മുമ്പ് ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക, അതിൻ്റെ ഒരു സാങ്കേതിക പേരെന്ന് പറയുന്നത് ആർട്ടറി ഫോസെപ്സ് എന്നാണ്. J. ഷാഹിദ, നഴ്സ് PS ധന്യ എന്നിവരെ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു.
എന്ന് പറഞ്ഞാൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആരോഗ്യവകുപ്പ് സമ്മതിച്ചു. ഈ ഡോക്ടറെയും ഒരു നേഴ്സിനെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഡോക്ടർ ഷാഹിദ 2021 ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുണ്ട് ഇത് മനഃപൂർവ്വമല്ല, അറിയാതെ സംഭവിച്ചതായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം ഇത് ബ്ലഡിൽ കുളിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ രോഗികളുടെ ഇത് ഡീൽ ചെയ്യേണ്ടി വരിക. അപ്പോൾ പലപ്പോഴും ഇത് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകുമോ, ഇത് ഏതെങ്കിലും മറന്നുപോയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ എണ്ണിയാണ് തരിക, തിരിച്ചെണ്ണിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ ചില വീഴ്ചകളൊക്കെ സംഭവിക്കും. ഇത് മെഡിക്കൽ നെഗ്ലിജൻസ് ഒക്കെ ലോകത്തെല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിനെ ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല, അത് അത്യന്തം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇത് കണ്ടതിന് ശേഷം പോലും, ഇത് മനസ്സിലാക്കിയതിന് ശേഷം പോലും ഇതിന് നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള റിയാക്ഷൻ പോലും വളരെ മോശമാണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടുപേരെയും അല്ല, അതുകൊണ്ട് ഇതിനേക്കാൾ മുമ്പേ സസ്പെൻഡ് ചെയ്യേണ്ട ഒരാളുണ്ട്. അവരുടെ പേര് ലളിതാംബിക കരുണാകരൻ എന്നുള്ളതാണ്. അവർ ഡോക്ടറാണ്. അവർ ഈ സംഭവം നടക്കുമ്പോൾ ആലപ്പുഴയിൽ ഈ മെഡിക്കൽ കോളേജിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഗൈനക്കിൻ്റെ മേധാവിയായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ മേധാവിയായിട്ടുള്ള അവർ പറഞ്ഞേക്കുന്ന ഒരു വാചകം കൂടി ഞാൻ വായിക്കാം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇവരെയാണ് തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇവരെ പിടിച്ചാണ് ജയിലിൽ അടക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ കുഴപ്പം, ഇവരുടെ നമ്മളിപ്പോൾ ഒരു ഈ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഗവൺമെൻറ് 130ഓളം പേരെ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ടു. അതുപോലെ സർവീസിൽ നിന്ന് ഇവരെ പിരിച്ചുവിട്ടിട്ട് പോലും കാര്യമില്ല. കാരണം ഇവർക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ സുഖമായിട്ട് ജോലി കിട്ടും, അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടുപോയാലോ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോയാലോ ഒക്കെ ഈ ഡോക്ടേഴ്സിന് വലിയ ജോലി കിട്ടും. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ആവശ്യത്തിന് ഇപ്പം കൊടുക്കുന്ന ശമ്പളത്തിന് ഡോക്ടേഴ്സ് പോലും വരാനില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നിങ്ങളിപ്പോൾ ഒരു തരക്കേടില്ലാത്ത ഡോക്ടറാണെങ്കിൽ ആസ്ട്ര മെഡിസിറ്റിയിലോ അല്ലെങ്കിൽ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിലോ പുതിയ മെഡിക്കൽ കോളേജുകളിലൊക്കെ ജോയിൻ ചെയ്താൽ മിനിമം ഒരു 5 ലക്ഷം രൂപ, 8 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയ്ക്ക് ശമ്പളം കിട്ടും. അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ശമ്പളമൊന്നും ഇല്ലെന്ന് മാത്രമല്ല, വലിയ തോതിലുള്ള ജോലി ഭാരം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടേഴ്സ് നമ്മളിവിടെ ഇല്ല. അതിന് നമ്മുടെയൊക്കെ കൾച്ചറും മാറേണ്ടതുണ്ട്. നമ്മൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും ഡോക്ടറെ കാണുകയൊക്കെ ചെയ്യുന്ന കൾച്ചറൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു കാര്യം നിൽക്കുമ്പോൾ ഇവരുടെ ഒരു വാചകം ഞാൻ വായിക്കാം. അവരുടെ വാചകം, അതിൻ്റെ ഹെഡിങ് തന്നെ ഇതാണ് മനോരമ കൊടുത്തേക്കണം: 5 അല്ല 50 കൊല്ലമായാലും യാതൊരു കുഴപ്പമില്ലെന്നാണ്. അതായത് ഇവർ പറയുന്ന വാചകം, ഈ ലളിതാംബിക കരുണാകരൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പറയുന്നത്, രോഗി ഓർമ്മയില്ല, ശസ്ത്രക്രിയ ചെയ്തത് ഞാനല്ലെന്ന് ഉറപ്പുണ്ട്. രോഗി ഓർമ്മയില്ല, പക്ഷേ ശസ്ത്രക്രിയ ചെയ്ത പുള്ളിക്കാരിയല്ലെന്ന് പുള്ളിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവർ അതെങ്ങനെയാണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. രോഗി ഓർമ്മയുണ്ടെങ്കിൽ അവർ ശസ്ത്രക്രിയ ചെയ്തത് നമ്മളല്ലെന്ന് ഉറപ്പുണ്ടാവുള്ളൂ. പക്ഷേ രോഗി ഓർമ്മയില്ലെങ്കിലും ശസ്ത്രക്രിയ ചെയ്ത് ഇവരല്ലെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ ഇവർ മൂത്രാശയത്തിലെ കല്ലുമായി ബന്ധപ്പെട്ട ചികിത്സയിലാണ്, അതിൻ്റെ വേദനയാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കൂടാതെ അവർ പറയുന്നത് ഹോർസെപ്സ് അകത്തുള്ളത് കൊണ്ട് വേദന വരില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അടുത്തതാണ് ഡയലോഗ്. ഇതെല്ലാം നമ്മളിനിപ്പോൾ ഡോക്ടറുടെ വിദഗ്ധ അഭിപ്രായം എന്ന് പറഞ്ഞ് കേട്ട് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം. അടുത്തത് പറയുന്നത് 5 അല്ല 50 വർഷം വയറ്റിൽ കത്രികമായി ജീവിച്ചാലും ഒന്നും സംഭവിക്കില്ല. ഇവർ ഇതിനു മുമ്പ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്, അന്ന് വെച്ച ഉപകരണമാണോ എന്ന് അറിയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് വർത്താനാണ് ഈ പറയുന്നത്? എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഈ ലളിതാംബിക കരുണാകരൻ്റെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും അകത്ത് ഒരു കത്രിക കിടക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് ഇവർ പറയും. അല്ലെങ്കിൽ ഇവരുടെ തന്നെ വയറ്റിനകത്ത് ഒരു കത്രിക, ഈ 5-8 കത്രിക മേടിച്ച് നമുക്ക് ഇവരുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യാമെന്ന് പറയും. എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു ഡോക്ടർ പറയുന്ന വാചകമാണ്. ഇവർ ഇതിനു മുമ്പ് ബാക്കിയുള്ളതൊക്കെ ന്യായീകരണമാണ്. ഇവർ ഇതിനു മുമ്പ് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്, ചിലപ്പോൾ അവിടെ വെച്ച് മറന്നാണോ എന്നറിയില്ല എന്ന് പറഞ്ഞാൽ ഇവരുടെ കൈ കഴുകാനാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 50 വർഷം വയറ്റിൽ കത്രികമായി ജീവിച്ചാലും ഒന്നും സംഭവിക്കില്ല, കത്രിക ഉള്ളതുകൊണ്ട് ഒരു വേദന പോലും വരില്ല എന്നുള്ളതിനെ അത്രമാത്രം ട്രിവിയലൈസ് ചെയ്താണ് ഇതിനെ കാണുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം പറയാതെ വയ്യ, ഇതിന് മന്ത്രി വീണ ജോർജ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞേക്കണത് സ്വന്തം അനുഭവത്തിൽ അവർ ഇത് അനുവദിക്കുമോ, കാര്യങ്ങൾ എങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല, ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷേ ശസ്ത്രക്രിയ നടത്തിയത് താനല്ലെന്ന് ഓർമ്മയുണ്ട്. ഈ ഡോക്ടറെ പലതവണ വീട്ടിൽ പോയി കണ്ടതായി ഉഷയുടെ മകൻ പറയുന്നു. അതായത് ഉഷ എന്ന് പറയുന്നത് ഇത് സംഭവിച്ചേക്കണതിൻ്റെ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ പറ്റും. 51 വയസ്സുള്ളൊരു സ്ത്രീക്കാണ്, ഉഷ ജോസഫ് എന്നാണ് അവരുടെ പേര്. അതിൽ 45 വയസ്സിലാണ് അവർ ഇത്തരത്തിലുള്ളൊരു സർജറി ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങുന്ന ഡോക്ടർ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്നാണ്. വീണ ജോർജിൻ്റെ പതിവ് ശൈലിക്കനുസരിച്ച് ഒരു അന്വേഷണത്തിന് അവർ ഉത്തരവിടും എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഭരിക്കുന്നത് അവിടെ സജീവനാണ്. അദ്ദേഹം സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം പറയുന്നിടത്ത് ഒപ്പിടുന്ന പണി മാത്രമേ വീണ ജോർജിനുള്ളൂ. അതുകൊണ്ട് വീണ ജോർജ് പറയുന്ന ഉത്തരവിടൽ കൊണ്ടൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നറിയില്ല. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ തന്നെ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് അങ്ങനെ ഗൗരവത്തിൽ എടുത്താൽ മാത്രമേ, ഇതിൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടായാൽ മാത്രമേ, ഉത്തരവാദിത്ത ബോധം ഉണ്ടായാൽ മാത്രമേ ഇത് കുറയുള്ളൂ. ഇത് ഉണ്ടാകാത്തതിൻ്റെ കാരണം,
നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസുകളിലെല്ലാം തന്നെ അവർക്കെല്ലാം പലതരത്തിലുള്ള അസോസിയേഷനും സംഘടനകളൊക്കെ ഉണ്ട്. ഈ സംഘടനകളെല്ലാം തന്നെ നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന പുഴുക്കുത്തുകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് മാറ്റണമെന്ന് തോന്നി ഇവരാരും സമരം ചെയ്യില്ല. പകരം ഇവർ എന്ത് മോശപ്പെട്ട കാര്യമാണെങ്കിലും ഇവർ വട്ടം പിടിക്കും, ഇവർ സംരക്ഷിക്കും. ഇതിൻ്റെ കൂടുതൽ IMA എന്ന് പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഈ പറയുന്ന പോലെ അതിൻ്റെ തന്നെ ബ്രാഞ്ചായിട്ടുള്ള കേരളത്തിലെ മെഡിക്കൽ അസോസിയേഷനും ഒക്കെ തന്നെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവർക്ക് ഒരൊറ്റ സംഘടനയുള്ളൂ ഡോക്ടർമാർക്ക്. ആ ഡോക്ടർമാരുടെ സംഘടന എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ട് ഇതിൽ ശിക്ഷ വിധിക്കാൻ പലപ്പോഴും കോടതികൾക്ക് പോലും കഴിയില്ല. കാരണം കോടതികൾക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ കോടതി ഇവർ ചെയ്തതിൽ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ വേറെ തരത്തിലാണോ എന്നുള്ളതും കോടതിയോ LLBയോ LLM കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മെഡിക്കൽ ബോർഡ് കൂടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡോക്ടറുടെ സഹായം തേടുകയോ ഒക്കെ വേണം. അപ്പോൾ അത്തരത്തിലുള്ള സഹായം തേടുകയാണെങ്കിൽ മാത്രമേ ഇത് കോടതിക്ക് പോലും അവരുടെ റിപ്പോർട്ടിൻ്റെ പുറത്തെ വിധി എഴുതാനാവൂ. അപ്പോൾ അവരുടെ റിപ്പോർട്ട് മിക്കവാറും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മര്യാദയില്ലാത്ത യാതൊരുവിധ എമ്പതിയും ഇല്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഈ പറയുന്ന പോലെ ഡയലോഗിന് അനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള സംഘടനകളൊക്കെ തന്നെ റിപ്പോർട്ട് എഴുതി കൊടുക്കുക. ഇനി ഇതൊക്കെ ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല. ഇപ്പോൾ ഹർഷീനയുടെ വയറ്റിൽ ഇതുപോലെ 2017 കത്രി കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗവൺമെൻറ്റിൻ്റെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവരെ കുറ്റപ്പെടുത്താം. പക്ഷെ അതല്ല, ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കാനുള്ള അതിശക്തമായ നിയമവും ഇവരുടെ ഈ പറയുന്ന പോലെ MBBS ഒരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാനുള്ളത് തിരിച്ചെടുക്കാനുള്ള നിയമവും വേണം. കാരണം അല്ലാതെ ഇവരെ സർവീസിൽ നിന്ന് മാത്രം പറഞ്ഞു വിട്ടുകൊണ്ട് നിൽക്കില്ല. കാരണം പറഞ്ഞു വിട്ടാൽ അവർക്ക് കേരളത്തിലോ എൻ്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ വിദേശത്തോ ഒക്കെ തന്നെ വലിയ ശമ്പളത്തോടുകൂടി ജോലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇവർക്ക് പ്രശ്നമാകില്ല. അതുകൊണ്ട് അതല്ല ചെയ്യേണ്ടത്. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള നെഗ്ലിജൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ പ്രശ്നമാകും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇത് ഞാൻ പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ നമുക്കറിയാം ഒരു സർജറി കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു പയ്യൻ്റെ സർജറി കഴിഞ്ഞ് കൈ വളഞ്ഞിരിക്കുകയാണ്. സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇവിടെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു പയ്യനെ അറിയാം. അവൻ്റെ കൈ ഇതുപോലെ സർജറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താണ്, ഡോക്ടർ ശ്രദ്ധിക്കാത്തതുകൊണ്ട് വളഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ സർജറി ഒക്കെ കഴിഞ്ഞ് കൈ വളഞ്ഞിരിക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞ കമൻ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? കോൺക്രീറ്റ് കഴിഞ്ഞാൽ അവിടെ ഉടനെ കയറി താമസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കൈ ശരിയായിക്കോളും എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വിവരം കെട്ട ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇനി ഇതും പോട്ടെ, ചില സ്ഥലത്തൊക്കെ ഞാനിപ്പോൾ എനിക്കറിയില്ല, എന്നോട് ഒരു പ്രായമുള്ള മുതിർന്ന ഒരു സ്ത്രീ തന്നെ എന്നോട് പറഞ്ഞേക്കണത്, യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള മറ്റേ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലേക്ക്, അവരെ ഒരു ക്രിസ്ത്യനാണ്, അത്തരത്തിലുള്ള കന്യാസ്ത്രീകളായിട്ടുള്ള നേഴ്സുമാരടക്കം അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാരടക്കം അവരുടെ കുടുംബത്തിൽ ഒരുപാട് നേഴ്സുമാരുള്ളതാണ്. പക്ഷേ ആ നേഴ്സുമാരോടൊക്കെ ഇവർക്ക് വലിയ ദേഷ്യമാണ്. കാരണം ഇവർക്ക് വലിയ പ്രായമുള്ള ഒരു സ്ത്രീയാണ്, അവരൊരു 3, 4, 5 പ്രസവം കഴിഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണ്. അത്തരത്തിലുള്ളൊരു സ്ത്രീ യഥാർത്ഥത്തിൽ ഈ നേഴ്സുമാരെ കുറിച്ചൊക്കെ പറയുന്നത് പലപ്പോഴും ഈ നേഴ്സുമാർ പ്രസവിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ പഴയ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ, അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഈവൻ പല സ്വകാര്യ ഹോസ്പിറ്റലുകളിൽ പോലും വളരെ ഇവരുടെ ഈ പറഞ്ഞ പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് പോലും വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും ഈ രോഗികളോട് പെരുമാറുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സുഖിച്ചിട്ട് വന്നതല്ലേ എന്ന് പറയുന്ന കമൻറ്റുകൾ പോലും പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നേഴ്സുമാരായിട്ടുള്ള കന്യാസ്ത്രീകളോട് പോലും പലപ്പോഴും എനിക്ക് ബഹുമാനം തോന്നാറില്ല എന്നുള്ളതാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഈ പറഞ്ഞ വർത്തമാനങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒരു ഡോക്ടറോ നേഴ്സോ ഒന്നുമായിട്ടിരിക്കാൻ യോഗ്യരല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ നാട്ടിലാണ് ഈ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത്. അതേസമയം പുറത്തേക്ക് വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്. കാരണം അവിടെ നമുക്ക് ഓടിച്ചെന്ന് ഡോക്ടർമാരെ ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ കാനഡയിലോ UK മറ്റു പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ ചെന്ന് യഥാർത്ഥത്തിൽ അമേരിക്കയിലാണെങ്കിൽ പോലും നമ്മൾ ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോൾ അതിൽ ഇപ്പോൾ കാനഡയിലൊക്കെ ആണെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുക 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു പനിയോ ജലദോഷമോ ചെറിയ വേദനയോ ഒന്നും പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം ഒന്നില്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുമ്പോഴേക്കും നമ്മൾ മരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കാനഡയിൽ അത്തരത്തിലുള്ളൊരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാനലിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഒന്നില്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ അസുഖം മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടിലേതെങ്കിലും കാര്യം ഉണ്ടാവും. ഇതിൽ ഏറ്റവും രസകരമായൊരു വേർഷൻ കൂടിയുള്ളത് സുനിത ദേവദാസ് എന്നൊരു യൂട്യൂബർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർ വളരെ വ്യൂവർഷിപ്പ് ഉള്ള ഒരാളാണ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ നിലപാടുകളുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു വീഡിയോ ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്, ഞാൻ കാണാറില്ല സാറിന്. അപ്പോൾ അത്തരത്തിൽ കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് വലിയ അസുഖം വരികയും ഈ സുനിത ദേവദാസിന് വലിയ അസുഖം വരികയും എന്തോ സർജറി വേണ്ടി വരികയും ചെയ്തപ്പോൾ സർജറിക്കുള്ള ഡേറ്റ് കിട്ടിയത് ഒരുപാട് നീണ്ടിട്ടാണ് കാനഡയിൽ. അതിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും അങ്ങനെ കിട്ടും. അപ്പോൾ അങ്ങനെ നീണ്ടിട്ടാണ് കിട്ടിയത്. പക്ഷേ ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 2 ദിവസത്തിനകം ഒരു സ്ലോട്ട് ഫ്രീ ആയിട്ടുണ്ട്, വേണമെങ്കിൽ പെട്ടെന്ന് വന്നാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വലിയ ബുദ്ധിമുട്ടിലൂടെ പോകുന്നതായതുകൊണ്ട് ഓടിച്ചെന്ന് എന്ത് ചെയ്തു, സർജറി കഴിഞ്ഞു.
അപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ഇവർക്ക് അനസ്തേഷ്യ കൊടുത്ത് ഇവർ ബോധരഹിതയായി കിടക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് 10-12 മണിക്കൂർ കഴിയുമ്പോഴാറ്റേ മാറുള്ളൂ. പക്ഷേ 5-6 മണിക്കൂർ 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു നേഴ്സ് വളരെ കെയറോടുകൂടി പരിഗണിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ എന്ത് ചെയ്തു, മാറോട് ചേർത്ത് കിടത്തി ഇവരെന്ത് ചെയ്തു, തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ കുറച്ചുകൂടി ബോധം വന്നപ്പോൾ സുനിത ചോദിച്ചു, നിങ്ങൾ 10-12 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കും എന്നല്ലേ പറഞ്ഞത്, പക്ഷേ എന്തിനാണ് എന്നെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിച്ചു. കാരണം വലിയ സ്നേഹത്തോടെ ഇവരതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി പുള്ളിക്കാരിക്ക്. പക്ഷെ അപ്പോഴാണ് വളരെ സ്നേഹത്തോടു കൂടി നേഴ്സ് ഈ സുനിതയുടെ ചവിട്ടിൽ പറഞ്ഞത് നിങ്ങൾ ഈ ബെഡ് കഴിഞ്ഞിട്ട് വേറൊരു പേഷ്യൻറ്റിനെ കിടത്താനുണ്ട്, അതുകൊണ്ടാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് അവിടെയൊക്കെ അത്ര പ്രഷറും അത്ര രോഗികളും കൃത്യമായി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മാത്രം കാണാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അവിടെ ഒരു ഡോക്ടർ 15 രോഗികളാണ് ഒരു ദിവസം നോക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 150 പേരെ നോക്കേണ്ടി വരും എന്ന് പറയുന്ന വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രഷറുകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് സംസാരിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ഉള്ളപ്പോഴും വളരെ എമ്പതിയോടുകൂടി വളരെ ഈ പറയുന്ന പോലെ പ്രോപ്പറായി എങ്ങനെയാണ് രോഗികളോട് പേഷ്യൻസിനോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഗവൺമെൻറ്, ഇനി വരാനിരിക്കുന്ന കേരളത്തിൽ ഏത് ഗവൺമെൻറ് ആണെങ്കിലും വളരെ അടിയന്തിരമായി നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തിൽ ഈ പറയുന്ന പോലെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാനോന്ന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല ആരോഗ്യമന്ത്രിമാർക്കൊന്നും, പക്ഷെ അങ്ങനെ ചെയ്യാതിരുന്നാൽ അവർക്ക് വലിയ ഗുണങ്ങളുണ്ട്. കാരണം ഇവിടെ ഏതാണ്ട് 70,000 കോടിയാണ് ഒരു കൊല്ലത്തെ ടേൺ ഓവർ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ടേൺ ഓവർ. അപ്പോൾ അത്തരത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ടേൺ ഓവർ കിട്ടുമ്പോൾ ഇവർക്കെല്ലാം വലിയ സൗകര്യങ്ങളുണ്ട്. ഇവർക്ക് അമേരിക്കയിലോ വിദേശത്തോ വേണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഒക്കെ പോയി ചികിത്സിക്കാം. ഇതിൽ സജി ചെറിയാൻ പണ്ടൊരിക്കൽ പറഞ്ഞതുപോലെ, കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിടന്ന് ഞാൻ മരിച്ചു പോയതിനെ പെട്ടെന്ന് ഞാൻ ഓടി അമൃത ഹോസ്പിറ്റലിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളെ കൃത്യമായി നടത്തിക്കാനും അത് കൃത്യമായി പരിപാലിക്കാനും കൃത്യമായ രീതികളോടുകൂടി ഇതുപോലെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുകയും അവിടുത്തെ അഴിമതികളൊക്കെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്താൽ, കോട്ടയത്തൊക്കെ ഇടിഞ്ഞു വീണ് ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ അതുപോലെയുള്ള ഒരു സംഭവങ്ങളും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ 70,000 കോടി രൂപ ടേൺ ഓവറുള്ള പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും പൂട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും ആദ്യം അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ലളിതാംബിക കരുണാകരൻ്റെയൊക്കെ MBBS ബിരുദം തന്നെ തിരിച്ചു മേടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ളതാണ്.